ഐഷ പോറ്റി CPM വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയതോടെ കൂട്ടത്തോടെയുള്ള വെട്ടുകിളി ആക്രമണമാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. വർഗവഞ്ചക എന്നാണ് നേതൃത്വത്തിലെ പലരും ഐഷ പോറ്റിയെ സംബോധന ചെയ്തത്. കോൺഗ്രസിൽ നിന്ന് ആളുകൾ CPMലേക്ക് എത്തുമ്പോൾ അവരെ ഇരുകയും നീട്ടി സ്വീകരിക്കുന്നു. എന്നാൽ സ്വന്തം പാളയത്തിൽ നിന്ന് കോൺഗ്രസിലേക്ക് ഒരാൾ പോകുമ്പോൾ അവരെ കൊത്തിവലിക്കുന്ന രീതിയാണ് ഇടതുപക്ഷം സ്വീകരിച്ചു പോരുന്നത്. എന്നാൽ ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർ സ്വന്തം പാളയത്തിലേക്ക് കണ്ണോടിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് PC വിഷ്ണുനാഥ് MLA ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഐഷ പോറ്റി വിമർശിക്കാൻ CPMന് എന്ത് യോഗ്യതയാണുള്ളതെന്നാണ് വിഷ്ണുനാഥ് ചോദിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റിയ ശേഷം മറുകണ്ഠം ചാടിയവരുടെ നീണ്ട നിര തന്നെ ഇടതുപക്ഷത്തുണ്ട്. തിങ്കളാഴ്ച വരെ സീറ്റ് ചോദിച്ച് പിറകെ നടന്നിട്ട് കിട്ടില്ല എന്നായപ്പോൾ പാർട്ടി മാറുകയും ചെയ്തവർ ഇന്ന് CPMന്റെ മുൻനിരയിലുണ്ടെന്ന് അദ്ദേഹം പരിഹസിച്ചു. ഡോക്ടർ P സരിന്റെ പേര് എടുത്തു പറയാതെയായിരുന്നു വിഷ്ണുനാഥിന്റെ ഈ രൂക്ഷമായ പരാമർശം. മന്ത്രിയായും കേന്ദ്രമന്ത്രിയായും പ്രവർത്തിച്ചവർ പോലും പദവികൾ മോഹിച്ച് CPMലേക്ക് പോയിട്ടുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്ത വർഗവഞ്ചനയും തത്വചിന്തയും ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നു. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ് ഐഷ പോറ്റി പാർട്ടി വിട്ടെന്ന ആരോപണത്തെ അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. പദവികൾക്ക് വേണ്ടിയായിരുന്നെങ്കിൽ ഐഷ പോറ്റി 2021 തന്നെ പാർട്ടി വിടണമായിരുന്നു. എന്നാൽ അന്ന് സീറ്റ് നിഷേധിക്കപ്പെട്ടിട്ടും അവർ പാർട്ടിക്കൊപ്പം നിൽക്കുകയും LDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുകയും ചെയ്തു. വർഷങ്ങളായി CPMനുള്ളിൽ അവർ നേരിട്ട അവഗണനയും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഇല്ലാതായതുമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് അവരെ എത്തിച്ചത്. ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് അവർ കോൺഗ്രസിലേക്ക് വന്നതെന്നും അവർക്ക് പ്രവർത്തിക്കാൻ അന്തസ്സുള്ള ഒരിടം കോൺഗ്രസ് നൽകുമെന്നും വിഷ്ണുനാഥ് വ്യക്തമാക്കി. കോൺഗ്രസിൽ നിന്ന് നേതാക്കളെ അടർത്തിയെടുക്കുമ്പോൾ ആവേശം കൊള്ളുന്നവർ സ്വന്തം പാളയത്തിൽ നിന്ന് മുതിർന്ന നേതാക്കൾ പടിയിറങ്ങുമ്പോൾ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നതെന്നാണ് UDF ക്യാമ്പ് ചോദിക്കുന്നത്. PC വിഷ്ണുനാഥിന്റെ പ്രതികരണം ചേർക്കുന്നു, കണ്ടുനോക്കാം. അതെ, ഞങ്ങളുടെ കൂടെ തിങ്കളാഴ്ച വരെ സ്ഥാനാർത്ഥിത്വം കിട്ടുമെന്ന് ചോദിച്ചിട്ട് കിട്ടത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ചൊവ്വാഴ്ച പോയി പാർട്ടി മാറിയ ഒരാളുണ്ട്. ഞാൻ പേര് പറയുന്നില്ല. ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വന്നപ്പോൾ അതിനെ വിമർശിച്ച ചില ആളുകൾ, വാക്കുകളൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് സംസ്ഥാന മന്ത്രിയായി, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് കേന്ദ്രമന്ത്രിയായി ഒക്കെയായ ആളുകൾ CPMൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ സ്ഥാനം കിട്ടാഞ്ഞപ്പോൾ, ഐഷ പോറ്റി സ്ഥാനം കിട്ടാഞ്ഞപ്പോൾ പോകണമായിരുന്നെങ്കിൽ 2021 പോകേണ്ടത്. 2021 അവർ പാർട്ടിക്കൊപ്പം നിൽക്കുകയും പാർട്ടി സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ ഉള്ള സ്പേസ് ഇല്ലാതായപ്പോൾ ജനങ്ങൾ ആവശ്യപ്പെട്ടു. അപ്പോൾ അതിനുള്ള ഒരു അന്തസ്സുറ്റ ഇടം ഞങ്ങളും ചർച്ച ചെയ്തപ്പോൾ തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിയാവുകയും സംസ്ഥാന മന്ത്രിയൊക്കെ ആയ ആളുകൾ അപ്പുറത്ത് പോയപ്പോൾ ഈ പറഞ്ഞ നിലപാടും നയമൊക്കെ പറയുന്ന ആളുകൾ അവരുടെ സാഹിത്യവും തത്വചിന്തയൊന്നും എവിടെയും കണ്ടിട്ടില്ലല്ലോ. അതൊന്നും അവരോർത്താൽ മതി. അതെ, ഞങ്ങളുടെ കൂടെ തിങ്കളാഴ്ച വരെ സ്ഥാനാർത്ഥിത്വം കിട്ടുമെന്ന് ചോദിച്ചിട്ട് കിട്ടത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ചൊവ്വാഴ്ച പോയി പാർട്ടി മാറിയ ഒരാളുണ്ട്. ഞാൻ പേര് പറയുന്നില്ല.